നമുക്കൊന്ന് സംസാരിപ്പിക്കണ്ടേ? കൊണ്ട് വന്നിട്ട് നമുക്ക് 2 വാക്ക് സംസാരിപ്പിക്കാതെ വിടാൻ പറ്റുമോ? അല്ലേ? സുപ്രഭാതമൊക്കെ പറയിപ്പിക്കണ്ടേ? വേണോ? വേണം. ഓക്കെ, അപ്പൊ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ശരിക്കാണ്. അപ്പൊ നമ്മുടെ സുപ്രഭാതം മറക്കണ്ട കേട്ടോ. ഓക്കെ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്റെ വീട്ടിലേക്ക്, കോടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പൊ തൃശ്ശൂർ എന്ന് പറയുന്നത് എന്റെ ഹോം ടൗൺ ആണ്. ഇവിടേക്ക് അപ്പൊ എന്താ പറയാ, എന്റെ ഹോം ടൗണിൽ വന്ന് ഇങ്ങനെയൊരു ഗോൾഡ് ഇവിടേക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ പ്രദേശങ്ങളിലൂടെ ഒക്കെ ഞാൻ നടന്നു പോയിട്ടുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുന്നതിൽ എന്താ പറയാ, അത്രമാത്രം സന്തോഷമുണ്ട്. കൂടെ ആദിലുണ്ട്, നൂറിയുണ്ട്. അപ്പൊ അവരുടെ കൂടെ വരാൻ പറ്റിയത് സന്തോഷം. സുപ്രഭാതം കേട്ടോ നമുക്ക്. സുപ്രഭാതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ട്രോളായിട്ട് മാറും. അപ്പൊ നമുക്ക് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ആ ഒരു എന്താ പറയാ, ഇപ്പോഴുള്ള ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് പോകണ്ടേ, അത് കാരണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗോൾഡിന്റെ ഒരു ഹബ്ബാണ് ശരിക്കും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആയാലും ഇന്ത്യയിലെ ആയാലും ഗോൾഡ് എന്ന് പറയുന്ന ഒരു വ്യാപാരത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സെന്ററാണ് നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ പോവുകയാണെങ്കിലും നമ്മളെ കുറിച്ച് ഇപ്പൊ എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ ഒപ്പം നമ്മൾ പറയും കേരളത്തിൽ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഗോൾഡൊക്കെ ഉള്ള, ഗോൾഡിന്റെ വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ എന്നുള്ളൊരു ത്യാഗിയും കൂടെ നമ്മുടെ തൃശ്ശൂരിന് ത്യാഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൽപ്പേര്. അപ്പൊ അതും കൂടി ഉണ്ട്. അതുപോലെ കൾച്ചറൽ ക്യാപിറ്റലാണ്, അതിന്റെ കൂടെ ഗോൾഡിന്റെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ വരാൻ സാധിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ലക്ഷ്മി മാഡം നിൽക്കുന്നു. മാം, ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. കണ്ടു, ഞാൻ ലിയോ ഗോൾഡ് കണ്ടു എന്ന് നമ്മുടെ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നേ, അതുപോലെ ഒന്ന് പറയണമെന്നുള്ളൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. കേൾക്കണ്ടേ? വേണോ? ഓക്കെ. ഒരു കാര്യം പറയട്ടെ, ലിയോ ഗോൾഡിനെ ഞാൻ കണ്ടത് വളരെ മുമ്പാണ്. ഞാൻ ഇവിടുത്തുകാരനായതുകൊണ്ട് എനിക്ക് അറിയാം, അല്ലേ സാർ? അപ്പൊ അതുകൊണ്ട് ആ ഒരു എന്താ പറച്ചിലിനെ പ്രസക്തിയില്ല. അത്ര ഇവിടുത്തുകാരനായതുകൊണ്ട് ഈ ഒരു ജ്വല്ലറി ഷോപ്പിനെ കുറിച്ചും ഇവരുടെ ബ്രാൻഡിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു അവെയറുള്ള ഒരാളാണ് ഞാൻ. അപ്പോ ഈ പറയുന്ന കണ്ടതിനേക്കാൾ മുമ്പ് കണ്ടതുകൊണ്ട് അത് പറയുന്നില്ലേ. അവിടെ നമുക്കത് തന്നില്ല കേട്ടോ. ഓക്കെ.